ആലപ്പുഴയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു ആര്യൻ. എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ അവന്റെ മുന്നിലൂടെ കടന്നുപോകും. ചിലർ യാത്ര തുടങ്ങും, ചിലർ യാത്ര അവസാനിപ്പിക്കും. പക്ഷേ ആര്യന്റെ ജീവിതം മാത്രം ഒരേ സ്ഥലത്ത് നിൽക്കുന്നതുപോലെ തോന്നുമായിരുന്നു. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ഒരു പഴയ ബെഞ്ചുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞാൽ അവൻ അവിടെ പോയി ഇരിക്കും. ട്രെയിനുകൾ വരുന്നതും പോകുന്നതും നോക്കുക അവന്റെ പതിവായിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം സ്റ്റേഷനിൽ വലിയ തിരക്കായിരുന്നു. അപ്പോഴാണ് അവൾ അവിടെ എത്തിയത്. കയ്യിൽ ഒരു ചെറിയ സ്യൂട്ട്കേസ്, തോളിൽ ബാഗ്, മുഖത്ത് ക്ഷീണവും പുഞ്ചിരിയും ഒരുമിച്ച്. അവൾ നേരെ ആ പഴയ ബെഞ്ചിൽ വന്ന് ഇരുന്നു. മഴയുടെ ശബ്ദം പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞിരുന്നു. ആര്യൻ അവളെ ശ്രദ്ധിച്ചു. അവൾ ട്രെയിനിനേക്കാൾ മഴയെ നോക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ അവന്റെ അടുത്ത് വന്നു ചോദിച്ചു, കോഴിക്കോട് പോകുന്ന ട്രെയിൻ എത്ര വൈകും? ഏകദേശം 1 മണിക്കൂർ. അവൾ ദീർഘനിശ്വാസം വിട്ടു. അപ്പോൾ ഈ മഴയും 1 മണിക്കൂർ ആസ്വദിക്കാം. ആ മറുപടി കേട്ട് ആര്യൻ ചിരിച്ചു. ഞാൻ ആര്യൻ. കാവ്യ. ആ ഒരു പരിചയം അവരുടെ കഥയുടെ തുടക്കമായി. അടുത്ത ആഴ്ച വീണ്ടും അതേ സമയത്ത് കാവ്യ സ്റ്റേഷനിൽ എത്തി. വീണ്ടും അതേ ബെഞ്ച്. വീണ്ടും അതേ പുഞ്ചിരി. ഇന്നും ട്രെയിൻ വൈകിയോ? അവൾ തമാശയായി ചോദിച്ചു. ഇല്ല. ഇന്ന് നീ നേരത്തെ എത്തിയതാണ്. അവൾ ചിരിച്ചു. അതിനുശേഷം അത് ഒരു പതിവായി മാറി. ഓരോ വെള്ളിയാഴ്ചയും കാവ്യ സ്റ്റേഷനിൽ വരും. ജോലി ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ടതായിരുന്നു അവൾക്ക്. ട്രെയിൻ വരുന്നതിനു മുമ്പ് അവർ ആ പഴയ ബെഞ്ചിൽ ഇരുന്ന് സംസാരിക്കും. കഥകൾ, സ്വപ്നങ്ങൾ, യാത്രകൾ, ജീവിതം, എല്ലാം. കാവ്യയ്ക്ക് യാത്രകൾ വളരെ ഇഷ്ടമായിരുന്നു. ലോകം ഒരുപാട് വലുതാണ്, അവൾ പറയും. എനിക്ക് കാണാനുള്ളത് ഇനിയും ഒരുപാടുണ്ട്. ആര്യൻ ചിരിച്ചുകൊണ്ട് പറയും. എനിക്ക് ഈ സ്റ്റേഷൻ തന്നെ വലിയ ലോകമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാം. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ വെള്ളിയാഴ്ചയും ആര്യൻ കാത്തിരിക്കാൻ തുടങ്ങി. ട്രെയിനിനെയല്ല, കാവ്യയെ, അവളുടെ ചിരിയെ, അവളുടെ കഥകളെ. ഒരു ദിവസം അവർ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ശക്തമായി മഴ പെയ്യുകയായിരുന്നു. കാവ്യ പെട്ടെന്ന് ചോദിച്ചു, നീ ഒരിക്കലും ആരെയെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ? ആര്യൻ അവളെ നോക്കി. ഇപ്പോൾ കാത്തിരിക്കുന്നു. ആരെ? അവൻ ചിരിച്ചു. നിനക്കത് അറിയാം. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മഴയിലേക്ക് നോക്കി. പക്ഷേ അവളുടെ പുഞ്ചിരി എല്ലാം പറഞ്ഞിരുന്നു. ദിവസങ്ങൾ മനോഹരമായി കടന്നുപോയി. പക്ഷേ ഒരു ദിവസം കാവ്യ പതിവുപോലെ ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വിഷമം ഉണ്ടായിരുന്നു. എന്താണ് പറ്റിയത്? ആര്യൻ ചോദിച്ചു. കാവ്യ കുറച്ച് നേരം മിണ്ടാതിരുന്നു. പിന്നീട് പതിയെ പറഞ്ഞു, എനിക്ക് ഡൽഹിയിലേക്ക് മാറണം. ആര്യന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. എത്ര ദിവസത്തേക്ക്? സ്ഥിരമായി. മഴയുടെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. എപ്പോൾ? അടുത്ത മാസം. ആര്യന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാവ്യയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഇത് എന്റെ സ്വപ്ന ജോലിയാണ്, അവൾ പറഞ്ഞു. എനിക്കറിയാം. നീ വിഷമിച്ചോ? ആര്യൻ ചെറുതായി ചിരിച്ചു. നീ ഇല്ലാത്ത ഈ ബെഞ്ചിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതേ. അടുത്ത മാസം എത്തി. അവളുടെ അവസാന യാത്രയുടെ ദിവസം. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. കാവ്യ ബാഗ് എടുത്തു. പക്ഷേ കയറുന്നതിന് മുമ്പ് അവൾ തന്റെ ചെറിയ ഡയറി ആര്യൻ നൽകി. ഇത് നിനക്കാണ്. എന്തിന്? എനിക്ക് തിരികെ വരുന്നത് വരെ. ട്രെയിൻ നീങ്ങിത്തുടങ്ങി. കാവ്യ ജനലിലൂടെ കൈവീശി. മഴയിൽ അവളുടെ മുഖം മങ്ങിപ്പോയി. ആര്യൻ ഏറെ നേരം അവിടെ നിന്നു. മാസങ്ങൾ കടന്നു. പിന്നെ 1 വർഷം. എന്നാലും ഓരോ വെള്ളിയാഴ്ചയും അവൻ ആ ബെഞ്ചിൽ പോയി ഇരിക്കും. കാവ്യ നൽകിയ ഡയറി വായിക്കും. അതിൽ അവരുടെ ഓരോ ഓർമ്മയും എഴുതിയിരുന്നു. ഒരു മഴയുള്ള വെള്ളിയാഴ്ച. പതിവുപോലെ അവൻ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരിചിത ശബ്ദം. ഈ സീറ്റ് ഒഴിവുണ്ടോ? അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൻ തല ഉയർത്തി നോക്കി. കാവ്യ. കയ്യിൽ പുതിയൊരു സ്യൂട്ട്കേസ്. മുഖത്ത് പഴയ അതേ പുഞ്ചിരി. ആര്യന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ
തിരികെ വന്നോ? കാവ്യ അവന്റെ അടുത്ത് ഇരുന്നു. പിന്നീട് പതിയെ പറഞ്ഞു. ചില യാത്രകൾ എത്ര ദൂരം പോയാലും അവസാനം നമ്മളെ ഹൃദയം കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. ഒരു ട്രെയിൻ പതിയെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ ആ പഴയ ബെഞ്ചിൽ രണ്ട് ഹൃദയങ്ങളുടെ കഥ വീണ്ടും ഒരു പുതിയ യാത്ര ആരംഭിക്കുകയായിരുന്നു.